ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ പലരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ തയ്യാറാക്കാറുണ്ട്. അത് അടുത്ത വർഷം എങ്ങനെ എൻ്റെ ലൈഫ് കുറേ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും, അങ്ങനെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിലൊന്നും കാര്യമില്ല, നമ്മളിത് ആരംഭശൂരത്തോടുകൂടെ തുടങ്ങിയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊന്നും നിലനിർത്തി കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് ന്യൂ ഇയർ റെസൊല്യൂഷനൊന്നും തയ്യാറാക്കാത്ത, അല്ലെങ്കിൽ പുതിയ വർഷത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാത്ത ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഏതാണ് നമുക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കി അത് ത്രൂ ഔട്ട് ദ ഇയർ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് വേണ്ടുന്നത്, അത് തന്നെയാണ് എയിം ചെയ്ത് നമ്മൾ പോകേണ്ടത്. പക്ഷേ ഈവൻ അതിന് സാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. കാരണം നമ്മുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പറ്റിയ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എയിമിങ് അപ്പായിട്ട് കുറേ കൂടെ ബെറ്ററായിട്ട്, മോറലായിട്ട്, എത്തിക്കലായിട്ട്, റാഷണലായിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്ത് സാക്രിഫിഷ്യലായിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസൊക്കെ കുറേ കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഷോർട്ട് കമ്മിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ കുറവുകളും അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചകളും ഒക്കെ തന്നെ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ വീക്ക്നെസ്സുകൾ ഇവാലുവേറ്റ് ചെയ്താലാണ് നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം, ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നത് തന്നെ യഥാർത്ഥത്തിൽ നല്ലതാണ്, അത് ഇല്ലാതിരിക്കുന്നതിനേക്കാൾ. അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ലെങ്കിൽ പുതുവർഷത്തിൽ തീരുമാനങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും നിങ്ങളെ ലൈഫിന് ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം അത് ത്രൂ ഔട്ട് ദ ഇയർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തിൽ എന്താണ് ഒരു പുതിയ തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും നല്ലൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് തോന്നും. രണ്ട് രീതിയിലും ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അപ്പം ഒരു ജോർജ് ഓർവെൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, അതായത് in the times of universal deceit, telling truth is a revolutionary act എന്നാണ്. അതായത് എല്ലാ ആൾക്കാരും ഡിസീറ്റ്ഫുള്ളായിട്ട്, അല്ലെങ്കിൽ കള്ളവും വഞ്ചനയും ഉള്ളിലൊന്ന് വെച്ച് വേറൊന്ന് സംസാരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും നമ്മുടെ ചുറ്റും ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ട്രൂത്ത് പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ സത്യം പറയുക എന്നുള്ളത് ഒരു റവല്യൂഷണറി ആക്റ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. കാരണം നമ്മുടെ ലൈഫ് എപ്പോഴും കുറേ കൂടെ ബെറ്റർ ആക്കുന്നത് ഓണസ്റ്റായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പം നമ്മൾ എപ്പോഴും കള്ളം പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നേട്ടം എപ്പോഴും ലോങ് ടേം ആയിട്ടുള്ള നഷ്ടത്തിന് കാരണമായി തീരുമെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഒരു സിനിമയിലൊരു ഡയലോഗ് ഞാനിങ്ങനെ കേട്ടത് ഓർക്കുകയാണ്, അതായത് നമ്മൾ സത്യം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലവേദന നമ്മുടെ തലയിൽ തന്നെ ഇരിക്കും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലവേദന മാറി കേൾക്കുന്നവർക്ക് തലവേദന പിടിച്ചുകൊള്ളുമെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കുകയും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. കാരണം നമ്മളെപ്പോഴും ഒരു കാര്യം ഒരാളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റായി പറയുമ്പോൾ, അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ആ കാര്യം അവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊരു ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മളുടെ ഒരു ക്വാളിറ്റി ലൈഫിനെയും അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കുമെന്നുള്ളതൊരു വസ്തുതയാണ് എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പോൾ യങ്ങർ ജനറേഷൻസ്, അല്ലെങ്കിൽ അഡോളസൻസ്, അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ജീവിതത്തിൽ എത്രയും നേരത്തെ ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തീരുമാനമെടുത്താൽ അത് ത്രൂ ഔട്ട് ലൈഫ് നടപ്പിലാക്കാൻ വളരെ എളുപ്പമാണ്. അല്ലാതെ ലൈഫ് മുന്നോട്ട് പോകും തോറും നമ്മൾ കള്ളത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓണസ്റ്റ് ആയിട്ടുള്ള ലൈഫ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും അറ്റ്ലീസ്റ്റ് മാരേജിന് മുന്നേ എങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലായിട്ട് ഓണസ്റ്റായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്താൽ പിന്നീട് നമുക്ക് ലൈഫ് അതനുസരിച്ച് ഇവോൾവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ സത്യം പറയുക, അല്ലെങ്കിൽ നമ്മുടെ ചിന്തിക്കുന്നതും
അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തിക്കുന്നതും ഒരേ ലൈനിലായിരിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു ഫ്രീഡമാണ് നമുക്ക് തരുന്നത് എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. യു ഷാൾ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്നാണ് പറയുന്നത് ആക്ച്വലി. അപ്പം ഫ്രീഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നത് എപ്പോഴും നമ്മൾ ഓണസ്റ്റായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ്. അല്ലാത്തിടത്തോളം കാലം എപ്പോഴും നമ്മൾ സം കൈൻഡ് ഓഫ് ബൈൻഡിങ് നമ്മൾ ഉണ്ടായിരിക്കും എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. ആ ബൈൻഡിങ് നമ്മൾ ഫ്രീ ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിൽ നിന്ന് വിഘാതം ഉണ്ടാക്കും എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. അപ്പം വെസ്റ്റേൺ സിവിലൈസേഷനൊക്കെ വളരെയേറെ ഫ്ലറിഷ് ചെയ്തതിനുള്ള ഒരു റീസൺ അതാണ്. ഹിപ്പോക്രാറ്റിക് ഡീലിങ്സ് വളരെ കുറവാണ്. ഓണസ്റ്റായിട്ടാണ് അവർ ലൈഫ് ഭൂരിഭാഗവും. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അവരുടെ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്കണോമിക്കായിട്ടുള്ള ഡെവലപ്മെൻറ്റിനാണെങ്കിലും സൊസൈറ്റി കുറേ കൂടെ ഫ്ലറിഷ് ചെയ്യുന്നതിനാണെങ്കിലും നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ലൈഫ് ബെറ്റർ ആവുന്നതിനാണെങ്കിലും നമ്മുടെ ഫാമിലി ലൈഫ് മാരിറ്റ് ലൈഫ് കുറേ കൂടെ ബെറ്റർ ആവുന്നതിനാണെങ്കിലും നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് വെർച്യു നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പോളിസിയായിട്ട് നിങ്ങൾ സ്വീകരിച്ച് ഈ ഒരു ഇയർ നിങ്ങൾ ഒരു റെസൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷനായിട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള വളരെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്തുള്ള ഇയറായിട്ട് മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.